നമസ്കാരം, കൗമുദി മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അള്ളു രാമേന്ദ്രൻ. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ഏരീസ് പ്ലെക്സ് തിയേറ്ററിൻ്റെ താഴെയാണ്. ഇപ്പോൾ അള്ളു രാമേന്ദ്രൻ സിനിമ. അള്ളു രാമേന്ദ്രൻ, നിങ്ങൾക്ക് പേര് തന്നെ ഭയങ്കര ഒരു ത്രില്ലിംഗ് മൂഡുള്ള പേരാണ്. ചാക്കോച്ചന് ആദ്യമായിട്ട് ഫുൾ ലെങ്ത് ഒരു ആക്ഷൻ കോമഡി ജോണർ ത്രില്ലർ മൂവിയിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു ആക്ഷനാണ്, പക്ഷേ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി മൂവിയാണ്. ആഷിഖ് ഉസ്മാനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ബിലഹരി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, പോരാട്ടം എന്ന ഒരു ഷോർട്ട് ഫിലിമിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് വന്ന ഒരു ഡയറക്ടറുടെ മൂവിയാണ്. ആദ്യമായിട്ട് പുള്ളി സംവിധാനം ചെയ്യുന്ന മൂവിയാണെന്നുള്ള യാതൊരു ഒരു ഫ്രെയിമിലും അല്ലെങ്കിൽ ഒരു സീനിൽ പോലും അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നില്ല. ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ് തുടക്കം മുതൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളുകളുടെ കഥയാണ് ഈ ഒരു സിനിമ. ഒരു സാധാരണ രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഡ്രൈവർ അള്ളു രാമേന്ദ്രൻ എങ്ങനെയായി എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ സിനിമയിലെ കഥയിൽ ഒരുപാട് സസ്പെൻസ്, ഔട്ട് ആൻഡ് ഔട്ട് സസ്പെൻസ് തന്നെയുണ്ട്. കാരണം ഒരു ത്രില്ലിംഗ് സസ്പെൻസാണ് ആ സിനിമയുടെ ക്ലൈമാക്സിൽ പോലും ഇരിക്കുന്നത്. അപ്പം സിനിമ നിങ്ങളുടെ ഈ പറയുന്ന ഇൻ്റർവെല്ലിൽ പോലും ഒരു സസ്പെൻസ് വരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു ഡീവിയേഷൻസ് ആണ് വരുന്നത്. ഒരു ഡീവിയേഷനിൽ നിന്ന് അടുത്തൊരു ഡീവിയേഷനിലേക്ക് നമ്മളിങ്ങനെ ബിലഹരി കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിങ്ങനെ ശ്വാസം അടക്കിയൊക്കെ സീറ്റിൽ പിടിച്ചിരുന്നു പോകും. ചാക്കോച്ചൻ സിനിമ സാധാരണ നമ്മൾ വളരെ ചോക്ലേറ്റ് മൂഡിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ചാക്കോച്ചനാണ് സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാക്കോച്ചനെ കാണാനേ പറ്റില്ല. ചാക്കോച്ചൻ ഭയങ്കര അഡമൻറ്റും ഭയങ്കര ബോൾഡും ആയിട്ടുള്ള ഒരു ചാക്കോച്ചനാണ് ഇതിൻ്റെ അകത്തുള്ളത്. ചാക്കോച്ചനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 4 ആക്ഷൻ തന്നെ ഉണ്ട്. കാരണം ഈ അള്ളു വയ്ക്കുന്ന ആളുടെ പുറകെയാണ് ചാക്കോച്ചൻ. അങ്ങനെ ചാക്കോച്ചനെ അള്ളു രാമേന്ദ്രനായ ചാക്കോച്ചനെ അതിൻ്റെ പ്രതികാരമാണ്. ചാക്കോച്ചൻ എങ്ങനെ അള്ളു രാമേന്ദ്രനായി അതിൽ നിന്ന് നോർമൽ രാമേന്ദ്രനാകുന്ന ഒരു മെറ്റമോർഫസിസ് ആണ് ഈ സിനിമ. ഇതിൻ്റെ അകത്തൊരു കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറഞ്ഞാൽ വളരെ റിച്ചാണ്. ഈ പറയുന്ന ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോമഡി ആർട്ടിസ്റ്റും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള പടമാണ്. ആക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെ ശ്രദ്ധിച്ച് ഒരുപാട് രസകരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഉണ്ട്, പാട്ടുണ്ട്. ഡോണ്ട് മിസ് ഇറ്റ്. എന്തുകൊണ്ട് ഈ സിനിമ കാണാതിരിക്കണം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കതിനെ പറയാൻ യാതൊരു റീസണും ഇല്ല. സോ ഇറ്റ്സ് എ മസ്റ്റ് watchable movie. You should watch this movie and watch in the theatre.